കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 6-ാം തിരുവചനം വ്യക്തമാക്കുന്നു: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അവിടുന്ന് ആരെയും ഉപേക്ഷിക്കുന്നില്ല. നമുക്ക് ഉചിതമായത് തക്ക സമയത്ത് തരുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ ശതാധിപനായിരുന്ന കൊർന്നേലിയൂസിനെ നമ്മൾ കാണുന്നു. അദ്ദേഹവും കുടുംബവും ദൈവഭക്തിയിലും ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ദൈവം അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കി മാറ്റി. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു: ദൈവദൂതൻ കൊർന്നേലിയൂസിനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. ആകുലതയിൽ അടിമപ്പെട്ട് നിരാശരാകാതെ നമ്മുടെ കർത്താവ് എത്രമാത്രം നല്ലവനാണെന്ന് നാം അനുഭവിച്ചറിയണം. ഒന്നിനെക്കുറിച്ചും ആകുലരാകാതെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. സ്നേഹമുള്ളവരെ, യേശുവിന് നമ്മെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാൻ ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ എന്നെ നിർത്തി എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെയേക്കാൾ യേശു നമുക്കെന്നും മതിയായ ദൈവമാണ്. ഇന്നും നാളെയും നടത്തുവാൻ മതിയായ ഒരു ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പാടാം: കർത്താവേ, എന്നെ വഴി നടത്തണമേ. ഇന്നലെയേക്കാൾ അവനെന്നും നല്ലവൻ, നാളെയും നടത്താനും മതിയായവൻ. ഇന്നലെയേക്കാൾ അവനെന്നും നല്ലവൻ, നാളെയും നടത്താനും മതിയായവൻ. ഇന്നലെയേക്കാൾ അവനെന്നും നല്ലവൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് തന്നെ കാണിച്ചു കൊടുക്കും. എണ്ണമില്ലാത്ത നന്മകളെ നമ്മുടെ മേൽ ചൊരിയുന്ന നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ജീവനും ജീവശ്വാസവും തന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്ന അവിടത്തേക്ക് നമുക്ക് സ്തുതി ആരാധന നടത്താം. ഇന്നയോളം പോറ്റിപ്പുലർത്തിയവൻ അവനെൻ്റെ പ്രിയനായകൻ. ഇന്നയോളം പോറ്റിപ്പുലർത്തിയവൻ അവനെൻ്റെ പ്രിയനായകൻ. എന്നെ തൻ കരത്തിൽ വഹിച്ചു കാത്തവൻ, എന്നെ തൻ കരത്തിൽ വഹിച്ചു കാത്തവൻ. എന്നെ മറക്കാത്ത നല്ല സ്നേഹിതൻ, എന്നെ മറക്കാത്ത നല്ല സ്നേഹിതൻ. ഇന്നലെയേക്കാൾ അവനെന്നും നല്ലവൻ, നാളെയും നടത്താനും മതിയായവൻ. ഇന്നലെയേക്കാൾ അവനെന്നും നല്ലവൻ. കർത്താവേ, ഞങ്ങളങ്ങേ
സ്തുതിക്കുന്നു. എണ്ണമില്ലാത്ത നന്മകൾ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കർത്താവേ, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത പാപത്തിൽ മുഴുകിയിരുന്ന ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്ത വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിതനായ ഞങ്ങളുടെ നല്ല അപ്പ കർത്താവേ, ലോകവും മറ്റു മനുഷ്യരും പറയുന്നതിനേക്കാൾ കൂടുതലായി അങ്ങയുടെ വചനത്തെ വിശ്വസിച്ച് അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണം. എണ്ണമില്ല നന്മകളെ എൻ്റെ മേൽ ചൊരിഞ്ഞവനെ, എങ്ങനെ ഞാൻ നിന്നെ സ്തുതിക്കാതിരുന്നിടും. എണ്ണമില്ല നന്മകളെ എൻ്റെ മേൽ ചൊരിഞ്ഞവനെ, എങ്ങനെ ഞാൻ നിന്നെ സ്തുതിക്കാതിരുന്നിടും. ആർക്കു രക്ഷിപ്പാനും കഴിയാത്ത പാപത്തിൻ കുഴിയിൽ നിന്നെന്നെ വീണ്ടെടുത്തു. ആർക്കു രക്ഷിപ്പാനും കഴിയാത്ത പാപത്തിൻ കുഴിയിൽ നിന്നെന്നെ വീണ്ടെടുത്തു. എൻ പ്രിയ സ്നേഹിതരോ ഓടിയകന്നു മാറി, പരിഹാസം ചൊല്ലി എൻ്റെ ദുഃഖവേളയിൽ. എൻ പ്രിയ സ്നേഹിതരോ ഓടിയകന്നു മാറി, പരിഹാസം ചൊല്ലി എൻ്റെ ദുഃഖവേളയിൽ. ഉറപ്പുള്ള പാറയിൽ എന്നെ നിർത്തിയവൻ പരിശുദ്ധനാണവൻ, യേശുപരൻ. ഉറപ്പുള്ള പാറയിൽ എന്നെ നിർത്തിയവൻ പരിശുദ്ധനാണവൻ, യേശുപരൻ. ഇന്നേ ദിവസം ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.